ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹോട്ട് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ ഇന്നിവിടെ പരിശുദ്ധ റമദാൻ നാളിൽ നോമ്പ് തുറയ്ക്കുള്ള ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഈ വിഭവം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതിനു മുമ്പേ ഈ വിഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം. കഞ്ഞിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ പച്ചരി 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് 30 മിനിറ്റായി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ചെറുപയർ പരിപ്പ് ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് ഉലുവ. ഇത് 3ഉം ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച മട്ടൺ, പിന്നെ സവാള, ചെറിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, ക്യാരറ്റ് കുഞ്ഞിതായി അരിഞ്ഞത്, ഗ്രീൻ ചില്ലി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തക്കാളി, പിന്നെ തേങ്ങാപ്പാൽ, മല്ലിയിലയും പുതിനയിലയും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് കഞ്ഞി ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് കുതിർത്ത് വെച്ച കാരണം പെട്ടെന്നാവും. അപ്പം നമുക്ക് മട്ടൺ ആദ്യം വേവിക്കാം. അതിന് കുറച്ച് വേവുള്ളതല്ലേ, അപ്പോൾ ആദ്യം നമുക്ക് മട്ടൺ വേവിക്കാം, എന്നിട്ട് കഞ്ഞിയിലേക്ക് പോകാം. പാന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മട്ടൺ വേവിക്കാനുള്ള പരിപാടി ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഗരം മസാലയിലിടാം. പച്ചമുളകിൻ്റെ പകുതി ഇടുന്നത് കേട്ടോ. പകുതി നമുക്ക് കഞ്ഞിയിലേക്ക് വേണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുഴുവൻ ഞാൻ ഇടുന്നുണ്ട്. സവാളയുടെ പകുതി ഇടാം. ചെറിയുള്ളിയുടെയും പകുതി ഇടുന്നത്. പൊടികൾ ചേർക്കുക. തക്കാളി പകുതി ചേർക്കാം. ഈ മട്ടൺ കൂടെ ചേർക്കാണ്. മല്ലിയില കുറച്ച് പുതിന. ഇനി നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിതിനെ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. വേവിച്ചിട്ട് വരാം. ഞാൻ ഈ കൂട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലിത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാൻ വേവിച്ചിട്ട് വരാം. ആ സമയം നമുക്ക് കഞ്ഞി വേവിച്ചെടുക്കാം. കഞ്ഞി റെഡിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിലേക്ക് പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴാണ് നമുക്ക് അരി ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓണം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ്, ഉലുവ, ഇത് 3ഉം വേവട്ടെ. ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. കഞ്ഞി ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി മാറ്റി വെച്ചിരുന്ന സവാളയും മറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം.
തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്. നല്ല ഹെൽത്തിയായ കഞ്ഞിയാണ് കേട്ടോ അത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഒക്കെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഈ കഞ്ഞിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. മട്ടണിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവസാനം ഉപ്പ് ചേർക്കാം. ഇത് ഇത്തിരി കൂടെ ഒന്ന് പാകാവട്ടെ. കഞ്ഞി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടണും ശരിയായിട്ടുണ്ട്. ഈ മട്ടൺ കറിയെ നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഇതൊന്ന് കിടന്ന് സെറ്റാവട്ടെ. ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കഞ്ഞിയിൽ മട്ടനും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ രുചികരമായ നോമ്പ് കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ രുചികരമായ നോമ്പ് കഞ്ഞി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.